ആ തീരദേശത്തെ ഒരു ജനവിഭാഗത്തിന്റെ ആത്മീയ നേതാവായിട്ട് കാണുന്ന ഒരു തീരെ കണ്ടമാനം അങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. ഇതിപ്പോൾ കേട്ടല്ലോ, ഈ വീഡിയോ കേട്ടായിരുന്നല്ലോ അച്യുതാനന്ദൻ പറഞ്ഞ. അപ്പോൾ ഇത്തരത്തിൽ ഒരു അഭിപ്രായം പറയാൻ ധൈര്യം കാണിച്ച ഏക കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, കേരളത്തിലെ ഏക രാഷ്ട്രീയ നേതാവെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ ഒരു ആത്മീയ നേതാവിനെ പറ്റി, അത് ഒരു ഹൈന്ദവ ആത്മീയ നേതാവിനെ പറ്റി ഇത്തരത്തിലൊരു അഭിപ്രായം, അതും ഇത് വന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃതാനന്ദമയിക്കെതിരെ വലിയ ആരോപണങ്ങൾ വരികയും കൈരളി ടി വിയിൽ ബ്രിട്ടാസ് ഒരു വിദേശ വനിതയെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് PS എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിരുദ്ധമായിട്ട് സഞ്ചരിച്ച പല അവസരങ്ങളുണ്ട്. അതിലൊരു സാഹചര്യം ഇതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത് അമൃതാനന്ദമയിയെ പറ്റി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താണ് സ്വാമിക്ക് തോന്നുന്നത് VSന്റെ പറ്റി? ആദ്യമായിട്ട് VSന് ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കണമെന്ന് തോന്നുന്നു. അതായത് ഇത്രയും അധികം ഒരു ജനസ്വാധീനമുള്ള ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലെ സംശയം തോന്നുന്ന തരത്തിലുള്ള ഒരു ആദരാഞ്ജലിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പം അദ്ദേഹം അങ്ങനെ ഒരു നിലപാടിലേക്ക് അന്ന് വന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കൂടിയാണ്. അപ്പോൾ ഭരിക്കുന്നവരുടെ ഒരു ശ്രദ്ധ എല്ലാ മേഖലയിലും എത്തേണ്ടതായിട്ടുണ്ടല്ലോ. അവർ മറ്റേ ആധ്യാത്മികതയിൽ നിൽക്കുന്ന ആൾക്കാരെ വേട്ടയാടുക മാത്രമല്ല ഈ ഭരണ നേതൃത്വത്തിൻ്റെ ഉദ്ദേശം. ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, ഒരു സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞൊരു സ്വാമിയുടെ വിവാദങ്ങളുണ്ടായ സമയത്ത് ഈ വളരെയധികം അതും VS ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഈ മഠങ്ങളിലെ ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെ അടിച്ചു ചേർത്തക്ക രീതിയിലുള്ള ഒരു പൊതുജന രീതി ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ തന്നെ ചില സുഹൃത്തുക്കളുടെ ആശ്രമങ്ങളിൽ ഒക്കെ തന്നെ പ്രശ്നമുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ വന്ന് നമ്മളെയും ഒന്ന് സർവൈലൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നീട് അവിടുന്ന് കമ്മീഷൻ ഓഫീസിനെ വിളിച്ചു പറഞ്ഞാൽ ആസാമിയുടെ കാര്യത്തിൽ എന്താണ് അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത്, എന്താണ് ഓരോ ആശ്രമങ്ങളിൽ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടെന്ന്. അടിച്ചു തകർക്കുന്നതൊക്കെ ആരാണ്? അടിച്ചു തകർത്തത് പലപ്പോഴും അവരുടെ യൂത്ത് സംഘടനകളോ അല്ലെങ്കിൽ DYFI പോലത്തെ സംഘടനകളൊക്കെ ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ എപ്പോഴും ഈ ഒരു നന്മ എന്ന് പറയുന്നതിന് ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ നന്മ കൂടിയ ഡോസിലാണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ അതിഷ്ടപ്പെടാത്ത വലിയൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ വളരെ നിർദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ ഈ പല ആശ്രമങ്ങളിലും അന്ധവിശ്വാസം വളർത്തുന്നതിന് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഈ ആശ്രമങ്ങളിൽ അന്ധവിശ്വാസം പിന്നെ പലതരത്തിലുള്ള അനാചാരങ്ങൾ ഒക്കെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ലല്ലോ എപ്പോഴും ഭരണത്തിലിരിക്കുന്നവർ. പക്ഷേ അമൃതാനന്ദമയെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല. അമൃതാനന്ദമ അന്ന് തന്നെ വളരെയധികം ജനഹൃദയങ്ങളെ കീഴടക്കിയ ആളാണ്. ഒരുപക്ഷെ ആധ്യാത്മിക രംഗത്ത് അമ്മയോളം തന്നെ ഒരു അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരാൾ കേരളത്തിലുണ്ടായിട്ടില്ല, അല്ലേ? തീർച്ചയായും എത്രയോ ആശ്രമങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നാരായണ ഗുരുവിനോ ചട്ടമ്പി സ്വാമിക്കോ പോലും അവരുടെ മരണശേഷം അല്ലെങ്കിൽ സമാധിക്ക് ശേഷമാണ് അവർ കൂടുതൽ അംഗീകരിക്കപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. എക്സെപ്റ്റ് നാരായണ ഗുരു പൊതുപ്രവർത്തനം കൂടി ഏറ്റെടുത്തതുകൊണ്ടാണ്. എപ്പോഴും ഒരു ആധ്യാത്മിക ഗുരു രാഷ്ട്രീയ കാര്യങ്ങളിലോ പൊതുപ്രവർത്തനങ്ങളിലോ ഇറങ്ങിയിരിക്കുകയാണ് അവർക്ക് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ ഈ തരത്തിൽ അമൃതാനന്ദമയി അമ്മ ഈ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു വളർച്ച ഉണ്ടായി. അപ്പോൾ അത് പലതരത്തിലുള്ള ഒരു എതിർ വിഭാഗത്തെയും ഇത്തരത്തിൽ ഹൈന്ദവ ആത്മീയ ആചാര്യന്മാരോട് എന്തുകൊണ്ടാണ് ഈ വെറുപ്പ്? അതായത് അമൃതാനന്ദമയി മാത്രമല്ല, ഇപ്പം ആരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പുറമേ നോക്കുകയാണെങ്കിൽ സദ്ഗുരു ജഗ്ഗി വാസുദേവ് ഉണ്ട്, പിന്നെ ശ്രീ രവിശങ്കറുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു പൊതുവായിട്ടുള്ള നിലപാടും ഇവരെല്ലാം കള്ളന്മാരാണ്, അല്ലെങ്കിൽ കാഷായ ശ്രീ രവിശങ്കറിനെ കുറിച്ചോ ജഗ്ഗി വാസുദേവിനെ കുറിച്ചോ സദ്ഗുരുവിനെ കുറിച്ചോ ഒന്നും അത്ര മോശമായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അങ്ങനെയുള്ള ഒരു പൊതുധാരണയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കേരളത്തിൽ പൊതുധാരണ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത്. പൊതുധാരണ ഇല്ല, പക്ഷെ ഒരു വിഭാഗത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് അവർ അന്ധമായിട്ട് എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു. പക്ഷേ ഇതിനൊരു പ്രധാന കുഴപ്പമെന്ന് പറയാം, ഞാൻ ഈ
അങ്ങ് പറയുന്ന ഒരു വിഭാഗത്തിനാണ് അത്തരം അതെ, അത്രേ ഉണ്ടാകത്തുള്ളൂ. ഒരു സന്യാസ ആശ്രമങ്ങളുടെ ഒരു സംഘം ഉണ്ടാക്കുന്നതിന് വൈസ് പ്രസിഡന്റായിട്ട് ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ നമ്മൾ ചെറിയ ചെറിയ പല ആശ്രമങ്ങളിൽ ചെല്ലുമ്പോഴും അവരെല്ലാം പലതരത്തിലുള്ള ഈ അതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ദേവതകളാണ്, ആൾ ദൈവങ്ങളായിട്ട് മാറുന്ന ഒരു കാര്യമുണ്ട്. എന്നിട്ട് മറ്റേ ഒരു ദേവതയുടെ അനുഗ്രഹം തനിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഈ പലതരത്തിലുള്ള പ്രതിരൂപങ്ങളായിട്ട് പൂജകൾ നടത്തുകയോ അല്ലെങ്കിൽ എന്താണ് ഈ തരത്തിലുള്ള പണം വസൂലാക്കുന്ന തരത്തിലുള്ള വേഷം കെട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ അമൃതാനന്ദമയുടെ ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് കാണാം, അമ്മ നോക്കുമ്പോഴത്തേക്ക് ഒരു ദേവീഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം കൃഷ്ണന്റെ ഭാവത്തിൽ നിന്നിട്ട് അനുഗ്രഹം കൊടുക്കുന്ന ഇതൊക്കെ. പക്ഷേ പിൽക്കാലത്ത് ഒരു സദ്ഗുരുവായിട്ട് മാറുന്ന അവസരത്തിൽ അതെല്ലാം മാറി. അതിനുശേഷമാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ ഇത്രയും താണ ഒരു സമുദായത്തിൽ നിന്ന് ഒരു വ്യക്തി ഇത്രയും ഉയർന്നു വരുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് നിങ്ങൾക്കെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വി എസ് പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ആരോപണങ്ങൾ ഇവരെ പറ്റി ശരിയാവാൻ സാധ്യതയില്ല. ഒരു ബോധവതിയായിട്ടുള്ള അല്ലെങ്കിൽ ബോധവാനായിട്ടുള്ള ഒരു ഗുരു ഏത് കുലത്തിൽ ജനിച്ചാലും, ശ്രീനാരായണ ഗുരു അന്നത്തെ കാലത്ത് ഒരു അധകൃതരായിട്ട് ജനിച്ചതാണല്ലോ, ആളാണല്ലോ. പക്ഷേ അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് പോയപ്പോഴും ഒരു നിന്ദ സഹിക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു. ഏത് ഉയർന്ന കുലത്തിൽ ചെന്ന് കയറാനും അല്ലെങ്കിൽ ഏത് കുടുംബങ്ങളിലും സ്വീകാരനായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിലുള്ളൊരു ആധ്യാത്മിക ഈ ഉയർച്ച അവിടെ ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു ഉയർന്ന അവസ്ഥ അമ്മയ്ക്ക് ഉണ്ടാവുക. അതിന് ചുറ്റും കൂടുന്ന പലരും ചിലപ്പോൾ ചില തരത്തിൽ വൃന്ദങ്ങൾ ഉപജാപക സംഘം എന്ന് പറയുന്ന രീതിയിൽ ഒരു വളർച്ച ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുമല്ലോ. അപ്പം അവര് ചില മാനിപ്പുലേഷൻസ് ഒക്കെ പലതും ചിലപ്പോൾ നടത്തിയെന്നിരിക്കാം. ഈ പല വയലേഷൻസിലൂടെ ചിലപ്പോൾ ബിൽഡിംഗ് കെട്ടുന്നതിലോ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു വ്യവസായ അടിസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ കോളേജുകളോ സ്കൂളിലൊക്കെ ഉണ്ടാകുന്നുള്ള ഒരു വ്യവസായ അടിസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അതിനകത്തെല്ലാം മറ്റേ പണം മുടക്കുകയും പണം തിരിച്ച് പിടിക്കുക എന്നുള്ളൊരു സംഗതി വരുമല്ലോ. അങ്ങനെ വരുമ്പോഴാണ് ഈ തരത്തിലുള്ള ഒരു എതിർ തരത്തിൽ പണം ഉണ്ടാക്കാനുള്ള മാഫിയകളും ഇതിനെതിരെ തിരിയും. മൊത്തത്തിൽ അന്ധത വളർത്തുന്നത് കമ്മ്യൂണിസ്റ്റിനെതിരുമാണല്ലോ. കമ്മ്യൂണിസം, പഴയ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ പോലും പോകാത്ത ആളുകളായിരുന്നു. എൻ്റെ അമ്മ കമ്മ്യൂണിസ്റ്റ് എന്നാണ് അമ്മ അവകാശപ്പെടുന്നത്. പക്ഷേ അമ്മ അമ്പലത്തിൽ പോവുകയും ജോലിസിനെ കാണാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ മറ്റേ ഉള്ള ആളുകളിലേക്ക് മാറ്റം വന്നു. പക്ഷേ പഴയ കാലത്തെ ആൾക്കാരങ്ങനെയല്ല. ഒരു സന്യാസം പോലെ തന്നെ അവരുടെ ജീവിതം തന്നെ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചു. വളരെ ലളിതമായിട്ടുള്ള ജീവിതം. ഇപ്പം അച്ഛൻ്റെ കാര്യമെടുത്താൽ അദ്ദേഹം 100 കൊല്ലത്തോളം പ്രവർത്തിച്ചിരുന്ന ആളല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആധിപത്യം എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ 2 കാര്യത്തിൽ എനിക്ക് ആദ്യ കാലഘട്ടത്തിൽ അച്യുതാനന്ദനെ അത്ര ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രസംഗം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ചെറുപ്പത്തിൽ തന്നെ. അപ്പോൾ ഈ പ്രസംഗം കേൾക്കാനായിട്ട് പോകുന്നതിന് എം.വി. രാഘവൻ്റെ പ്രസംഗം വളരെയധികം ആകർഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ചിലപ്പം നിങ്ങളുടെ പ്രായത്തിൽ അത് അറിയാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ അതുപോലെ തന്നെ പീതാംബരക്കുറുപ്പ് എന്ന് പറഞ്ഞ വേറൊരു പ്രസംഗമുണ്ട്, കണിയാവൂർ രാമേന്ദ്രൻ സാറ്. ഇവരുടെയൊക്കെ പുസ്തകം കേൾക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ പിൽക്കാലത്ത് ഈ പൊതുജനത്തിനിടയിൽ വല്ലാതെ സ്വാധീനമുണ്ടാക്കിയ എം.വി. രാഘവന് കടയ്ക്ക് കത്തിവെച്ച് വാളെന്നുള്ള രീതിയിൽ നമുക്ക് ഇദ്ദേഹത്തിനോട് വിരോധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ഈ കെ.ആർ. ഗൗരിയമ്മയെ വലിയ ബഹുമാനമാണ്. കെ.ആർ. ഗൗരിയമ്മയ്ക്ക് ഒരു മുഖ്യമന്ത്രിയാവാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നതിന് വിഘാതമായത് അച്യുതാനന്ദനാണെന്നുള്ള ഒരു ഇതിലൊക്കെ നമുക്ക് ഒരല്പം ഒരു ഇഷ്ടപ്പെടായ്മ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വന്ന സമയത്ത് അദ്ദേഹം ഈ ജനകീയ പ്രശ്നങ്ങളിൽ പതികെട്ടാം പോലെ കയറി ഇറങ്ങി എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ മറ്റേ ഇതിൻ്റെ സോൾഫിൻ വിഷയത്തിൽ. അപ്പോൾ ആ സമയത്ത് ഞാനും ഒക്കെ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് പാരിസ്ഥിതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാലഘട്ടമാണ്. ഇപ്പം നമ്മൾ ആദ്യം രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മളൊരു അരാഷ്ട്രീയ ബുദ്ധിജീവിയാകാൻ ശ്രമിക്കും. പിന്നീട് രാഷ്ട്രീയ ആത്മീയവാദിയായ ആളുകളാണല്ലോ. അപ്പോഴത്തേക്ക് ഈ സമയത്ത് ഇപ്പം ഇദ്ദേഹത്തിനോട് വളരെ ബഹുമാനമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ അഴിമതിയില്ലാത്തൊരു അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല വശം മാത്രമല്ല ഒരു വികസനം ലോകത്തെ നാശത്തിലേക്ക് നയിക്കുമെന്നുള്ളൊരു വേറെ സത്വം കൂടെ ഉണ്ട്.
ലോകം മുഴുവൻ ഇങ്ങനെ വികസിക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്ത് അവസാനം ബോംബിട്ട് തകർത്തിട്ട് വീണ്ടും വേറെ സ്ഥലം വികസിപ്പിക്കാനായിട്ട് നോക്കുന്ന ലോകമാണ് ഇവിടെയുള്ളത്. അപ്പോൾ വികസനത്തിൻ്റെ പേര് നേരത്തെ കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഇപ്പം വിഴിഞ്ഞം വികസിച്ചപ്പോഴത്തേക്ക് ശംഖുമുഖം പോയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വികസനത്തിന് അതിനായിട്ടുള്ള ദൂഷ്യമുണ്ട്. ഈ ഒരു റോഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വരുന്ന ചല്ലി എവിടെ നിന്നാണ് വരുന്നത്? വലിയ പാറക്കെട്ടുകൾ ഇടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മറ്റേതാണ് പാറക്കെട്ടുകൾ ഇടിക്കുന്ന ഒരു മാഫിയ ഉണ്ടാവും. മണ്ണ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പുഴകളിലെ മണ്ണ് കോരിയെടുക്കണം. അപ്പോൾ ഈ പാലം കെട്ടണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേ റോഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലോ ഈ വലിയ വലിയ മലകളും കുന്നുകളും ഒക്കെ ഇടിച്ച് നിരത്തി നമ്മുടെ പാരിസ്ഥിതികമായിട്ട് മനുഷ്യർ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് അതിന് വികസന വിരുദ്ധരായിട്ട് ഇരുന്ന കാലഘട്ടം ഒരു ഗോൾഡൻ സമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് അഴിമതിയും വളരെയധികം കുറവായിരുന്നു ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഒന്നുകൂടി നമ്മൾ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്